പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുപ്പ് കൂടി പോയ പഴം എടുക്കരുത് കേട്ടോ. അതായത് നന്നായിട്ട് കറുത്ത് തൊലിയൊക്കെ കറുത്ത് അലിഞ്ഞു പോയിട്ടുള്ള അങ്ങനത്തെ പഴം എടുക്കരുത്. ഇതുപോലെ പാകത്തെ ഒരു പഴുപ്പിലുള്ള പഴം എടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് കറുത്തിട്ടുണ്ട്, പക്ഷേ ഉൾഭാഗത്തേക്ക് അത്ര പഴുപ്പൊന്നും കൂടി പോയിട്ടില്ല കേട്ടോ. ഒരു പാകത്തെ പഴുപ്പിലുള്ള പഴമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് മുറിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിതിനേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഒക്കെ കട്ട് ചെയ്തെടുക്കൂലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ കുറച്ചൊരു കട്ടിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാ പഴത്തിൻ്റെ പീസുകളും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് റവയും 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കുടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടി. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഞാനിവിടെ 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും രണ്ടും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ വെതറി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പഴമൊന്നും മുറിഞ്ഞു പോകരുത്. പതുക്കെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ ഇതിൽ കോട്ടായിട്ട് അങ്ങ് ഇരുന്നോളും. അപ്പോൾ മാവൊക്കെ ഇതുപോലെ അങ്ങ് കോട്ടായി വന്നാൽ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. കുറച്ചൊന്ന് കഴിഞ്ഞ് അതൊന്നും അങ്ങ് മൂത്ത് വരുന്ന തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരേ സൈഡ് തന്നെ വെക്കരുത്. എണ്ണയിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. ഒന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് എന്നാലുള്ളൂ എല്ലാ ഭാഗവും ഒരേപോലെ കളറായിട്ട് ഒരേപോലെ മൊരിഞ്ഞിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം കേട്ടോ. എന്നാൽ എണ്ണയൊന്നും കുടിക്കില്ല. പിന്നെ ഒരുപാട് പഴുപ്പ് കൂടി പോയ പഴം ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. ഒരു പാകത്തെ പഴുപ്പിലുള്ള പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ പുറമേക്ക് നല്ല മൊരിഞ്ഞിട്ട് കിട്ടും. പിന്നെ ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ആ പുറം ഭാഗം ഒക്കെ ഒന്ന് കുഴഞ്ഞു പോകും. ചൂടോടെയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.